illustrious on and off the dais, faculty members, family members of our graduating students and 20th batch of graduating students. A warm morning to one and all. Today, we are gathered here for the graduation ceremony of our 20th batch of students, a day of pride, honor and new beginnings. This is not just a ceremony, it is a celebration of hard work, dedication and the noble journey of becoming a teacher. Let's begin this glorious ceremony by invoking the blessings of Almighty. Let's all rise in devotion as glory will lead us in prayer. ജഗദീശ്വരാ പ്രഭോ ലോകനാഥ എല്ലാം അറിയുന്നു നിൻ കൃപയാൽ ഹൃദയത്തിൽ ശുദ്ധിയും ചിന്തയിൽ നന്മയും എന്നെന്നും എന്നെന്നും നൽകിയിടണേ ജഗദീശ്വരാ ജഗദീശ്വരാ Giving a welcome is the best thing to begin something. I request our principal, Dr. Deepa Varghese, to deliver the welcome address. Welcome, ma'am. ഏവർക്കും നമസ്കാരം. സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് പാവട്ടിയുടെ അവിസ്മരണീയമായ മറ്റൊരു സുദിനമാണിന്ന്. 2024-26 ബാച്ചിൻ്റെ ബിരുദദാന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മഹനീയമായ ചടങ്ങിലേക്ക് മഹനീയ സാന്നിധ്യങ്ങളായി ഇവിടെ എത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ എൻറ്റിയർ സെൻറ്റ് ജോസഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജറും സെൻറ്റ് തോമസ് മൊണാസ്ട്രി പ്രയോറും ആയ വെരി റവറൻഡ് ഫാദർ സെബി പാലമറ്റത്ത് CMI, ഇന്നത്തെ ചടങ്ങിന് മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള ഏവർക്കും സുപരിചിതരായ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ MLA-യുമായ ഏറെ ബഹുമാന്യനായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് സർ, നമ്മുടെ ഓർമ്മച്ചിപ്പുകളുടെ നിറകുടമായി നിൽക്കുന്ന മാഗസിൻ റിലീസ് ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന സെൻറ്റ് തോമസ് മൊണാസ്ട്രി ബർസ, റവറൻഡ് ഫാദർ ജോസ് ചെറുപ്പനത്ത് CMI, സ്റ്റുഡൻറ് അഡ്വൈസർ മിസ്സിസ് ദീപിക മാം, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും പ്രിയങ്കരായ രക്ഷിതാക്കളെ, വിജയശ്രീ ലാളിതരായി എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയകുട്ടികളെ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഉത്തമ നിദർശനമായ സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൻ്റെ വർണ്ണാഭമായ ബിരുദദാന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായി നമ്മുടെ കോളേജിൽ നിന്ന്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 100% വിജയം കൈവരിച്ച് നമ്മുടെ കോളേജിന്റെ യശസ് ഉയർത്തി നമ്മുടെ കോളേജിന്റെ നെറുകയിൽ ഒരു പൊൻവിളക്കായി തിളങ്ങുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിന്റെ വക ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉന്നത വിജയം കൈവരിക്കുവാൻ
ദിനത്തിൽ ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ ഓർക്കുകയാണ്. എല്ലാറ്റിനും ഉപരി ഈ ഉന്നത വിജയം സാധ്യമാക്കുവാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് നിരന്തരമായി നമുക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകിക്കൊണ്ട് നമ്മുടെ കോളേജിനെ അത്യുന്നതിയിലേക്ക് നയിച്ച നമ്മുടെ മുൻ മാനേജർ വെരി റവറൻഡ് ഫാദർ ജോസഫ് ആലപ്പാട് CMIയെയും ഒപ്പം ആ മഹത്തായ പാരമ്പര്യം പിന്തുടർന്ന് ഇന്നും നമ്മുടെ കോളേജിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നിലവിലുള്ള മാനേജർ, ഏവർക്കും പ്രിയങ്കരനും ഏറ്റവും ബഹുമാനനും ആദരണീയനുമായ വെരി റവറൻഡ് ഫാദർ സെബി പാലമറ്റത്ത് CMIക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. നമ്മുടെ ഈ ഉന്നത വിജയം തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അധ്വാനത്തിന്റെയും ഓരോ അധ്യാപകന്റെ സമർപ്പണത്തിന്റെയും കോളേജ് മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെയും മനോഹരമായ ഒരു സംയോജനമാണ്. ഈ നേട്ടം നമ്മുടെ വരും തലമുറയ്ക്ക് നല്ലൊരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ഇത്തരുണത്തിൽ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും മഹനീയമായ ഈ വേദി തന്റെ അധ്യക്ഷ പദം കൊണ്ട് അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മാനേജർ, എൻറ്റിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജറും ഒപ്പം നമ്മുടെ സെന്റ് തോമസ് മൊണാസ്ട്രിയുടെ പ്രയോറും വിദ്യാഭ്യാസ വിചക്ഷണനും നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ആദരണീയനും ബഹുമാന്യനുമായ വെരി റവറൻഡ് ഫാദർ സെബി പാലമറ്റത്ത് CMI ആണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് ഒരു ദൗത്യമായി കണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും പരമോന്നതമായ വളർച്ച, ഒരു സമഗ്രമായ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പുരോഗതിക്കും നിരന്തരം പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല, ഏറെ അച്ഛൻ്റെ വലിയൊരു പ്രത്യേകത ഏറെ ദീർഘവീക്ഷണപരമായിട്ടുള്ളൊരു നേതൃത്വമാണ്. അതുകൂടാതെ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമീപനവും ഒപ്പം വിദ്യാഭ്യാസ രംഗത്തോടുള്ള അച്ഛൻ്റെ പ്രതിബദ്ധതയും തീർച്ചയായിട്ടും നമ്മുടെ കോളേജിന്റെ അടിത്തറ ഏറ്റവും ശക്തമായി പാകിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അച്ഛൻ്റെ സാന്നിധ്യവും ആശീർവാദവും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഭാവി ജീവിത യാത്രയിൽ ഒരു നല്ല വെള്ളി വെളിച്ചമായി കരുത്തായി മാറും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഏറെ ഉത്തരവാദിത്വമുള്ള ജോലി തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും നിറഞ്ഞ സന്തോഷത്തോടും ഒത്തിരി സ്നേഹത്തോടും കൂടെ സവിനയം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ പരിചിതനും ജനസമ്മതനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നിലവിലുള്ള മണലൂർ നിയോജക മണ്ഡലം MLAയുമായ ഏറ്റവും ബഹുമാന്യനായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് സാറാണ്. വിദ്യാഭ്യാസ മേഖലയിലുള്ള സാറിന്റെ ഒരു ദീർഘകാല സമ്പത്തും അതുപോലെ തന്നെ ദർശനാത്മകമായ ഒരു നേതൃത്വവും ഇവ രണ്ടും കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഒരു അധ്യാപകൻ, ജനപ്രതിനിധി, മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിലെല്ലാം തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിച്ചുകൊണ്ട് അപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ നമ്മളിൽ ഒരാളായി മാറുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് സാറിൻ്റെത്. എന്നും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രധാനമായ ലക്ഷ്യം അറിവ് പകരുക മാത്രമല്ല, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നത് തൻ്റെ ജീവിതം
ജീവിതത്തിലൂടെ കാണിച്ചു തന്ന്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു മനുഷ്യനാവുക എന്നത് എങ്ങനെയെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഉള്ള സാറിന്റെ ഇവിടെ നമുക്കായി നൽകുന്ന അനുഭവങ്ങളും സന്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് പുതിയൊരു ദിശാബോധം നൽകുന്ന ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അങ്ങനെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനസേവകൻ, രാഷ്ട്രീയ ചരിത്രത്തിൽ കയ്യിൽ കറ പുരളാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നെല്ലാമുള്ള ടൈറ്റിലുള്ള ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി, ഏറ്റവും ബഹുമാന്യനായ പ്രൊഫസർ സി രവീന്ദ്രൻ സാറിനെ ഒത്തിരി സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, വിനയത്തോടുകൂടി, സവിനയം സഹർഷം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ 2 വർഷക്കാലത്തെ ഓർമ്മച്ചെപ്പുകളുടെ ഒരു ഭൂവിരിയുന്നതാണ് ഒരു പരിധിവരെ നമ്മുടെ മാഗസിൻ. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മാഗസിന്റെ കവർ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സെന്റ് തോമസ് മൊണാസ്ട്രിയിലെ ബർസാർ റവറൻഡ് ഫാദർ ജോസ് ചെറുപ്പനത്ത് CMI ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അച്ഛൻ കഴിഞ്ഞ 6 വർഷത്തോളം ITI പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിപുലമായ സംഭാവനകൾ കൊടുക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ലൊരു ഭരണാധികാരി എന്നതിലുപരി പ്രകൃതിയെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രകൃതിയോടുള്ള പ്രത്യേക കരുതലും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള അതിയായ താല്പര്യവും എനിക്ക് തോന്നുന്നു അച്ഛന്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ്. നമ്മുടെ വിജ്ഞാനവും മൂല്യങ്ങളും അതുപോലെ തന്നെ സർഗാത്മകതയും ഒത്തുചേരുന്ന നമ്മുടെ മാഗസിൻ പ്രകാശനം ചെയ്യാൻ എന്തുകൊണ്ടും അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നത് ഏറ്റവും അഭിമാന നിമിഷകരമായി ഞങ്ങൾ സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് കരുതുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇടയിൽ സന്നിധനായിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ദീപിക ടീച്ചറാണ്. ഒരു കോളേജിന്റെ കരുത്തെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഹൃദയം അറിയുന്ന അധ്യാപകരാണ്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഹൃദയം അറിഞ്ഞ ഒരു അധ്യാപികയാണ് ദീപിക ടീച്ചർ എന്ന് നിങ്ങളുടെ കയ്യടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു സ്റ്റാഫ് അംഗം എന്നതിനുപരി വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു വഴികാട്ടിയായി, വിശ്വസ്തതയുള്ള ഒരു സുഹൃത്തായി, വളരെയധികം കരുതലുള്ള ഒരു ഉപദേഷ്ടാവായി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദീപിക മിസ്, അത് മാത്രമല്ല ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മുടെ കോളേജിന്റെ ലക്ഷ്യം എന്ത് അതിലേക്ക് കുട്ടികളെ സമുന്നയിപ്പിച്ച് കൊണ്ടുവന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദീപിക മിസ്സിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദീപിക മിസ്സിനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നിവിടെ നമ്മൾ ആഘോഷിക്കുന്ന വിജയത്തിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള, സമർപ്പണ ബോധമുള്ള, ഉത്കർഷേച്ഛയുള്ള നമ്മുടെ അധ്യാപകരുടെ കഴിവ് ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ്. തീർച്ചയായിട്ടും സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശങ്ങൾ ഏറ്റവും മനോഹരമായി നിങ്ങൾ കൈക്കൊണ്ട് അതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിജയം. തീർച്ചയായും അതിനായി അക്ഷീണം ശ്രമിച്ച് ഉന്നത വിജയം നേടിയിട്ടുള്ള ഈ അധ്യാപകർക്കും ഈ അധ്യാപകരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക്, എല്ലാ അധ്യാപകരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും സുഗമമായ നടത്തിപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഓഫീസ് സ്റ്റാഫ്, മൾട്ടി സ്റ്റാഫിന്റെ സപ്പോർട്ടും അവരുടെ ഒരു തണലുമില്ലാതെ ഒരു സ്ഥാപനം ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഏറ്റവും സുദീർഘ സേവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഓഫീസ് സ്റ്റാഫ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അംഗങ്ങളെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് ഇത്രയും നാൾ കഴിഞ്ഞ 2 വർഷം നേടിയെടുത്ത എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ജാതി മതഭേദമന്യേ രക്ഷിതാക്കളുടെ നിസ്സീമമായ സഹകരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളെയും നമ്മുടെ കോളേജിലെ കുട്ടികളെ അറിവിന്റെ മേഖലയിൽ മാത്രമല്ലാതെ ആത്മീയ രീതിയിലും
മറ്റു മേഖലകളിലെല്ലാം മൂല്യമുള്ള വ്യക്തികളാക്കി വളർത്താൻ സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിനോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള കുട്ടികളെ, സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിന്റെ നെറുകയിൽ ഒരു കെടാവിളക്കായി വിജയത്തിന്റെ കിരീടം ചൂടി പ്രകാശിച്ചു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ് ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. തീർച്ചയായും ഇന്നത്തെ ദിവസം നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താ ആഘോഷം? ഈ ദിവസം നിങ്ങളുടേതാണ്. കഴിഞ്ഞ 2 വർഷക്കാലം പ്രഗത്ഭരായ പണ്ഡിതരായ ടീച്ചേഴ്സിന്റെ ക്ലാസ് മുറിയിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ അവിടെ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും സത്യസന്ധതയും ഇന്ന് നിങ്ങൾക്ക് സമ്മാനമായി തീർന്നിരിക്കുകയാണ്. 2024-25 ബാച്ചിലെ കുട്ടികൾ വളരെ വ്യത്യസ്തരും വളരെ ടാലന്റഡുമായിട്ടുള്ള കുട്ടികളായിരുന്നു. തീർച്ചയായിട്ടും സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിന്റെ ഓർമ്മച്ചെത്തി മായാനാവാത്ത കോറലുകൾ ചേർത്തിട്ടാണ് ഈ 2024-26 ബാച്ചുകളിൽ കടന്നു പോകുന്നത്. എല്ലാ വിജയികളെയും റാങ്കുകൾ നേടിയവരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ പുതുപുത്തൻ പദ്ധതികളുമായി ഉത്സാഹശാലികളായി കർമ്മോത്സുകരായി മുന്നോട്ട് പോകാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ എല്ലാവരെയും സസന്തോഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, ma'am. Having an efficient leader is always a blessing. We are happy to have you as our principal. On behalf of everyone, let me welcome you, ma'am. It's my pleasure to invite a person whose dedication, vision, and leadership have played an important role in shaping the success of our institution. Under his guidance, our institution has not only maintained academic excellence but also nurtured a strong sense of character and compassion. Let me welcome Reverend Father Sebi Parliamental CMI, Manager of St. Joseph Educational and Charitable Trust, Poverty, for Presidential Address. Welcome, Father. Chief guest of the day, Professor C. Ravindranath, our MLA, our respected principal, Dr. Deepa, Father Jose Barsa, CJTC, dedicated faculty members, proud parents, and my dear future teachers, good morning to you all. Today is a great day and pride for all of us at the St. Joseph Training College. First of all, let us extend a warm welcome to our chief guest, Professor C. Ravindranath. He is the apt person for this glorious function. He used to be a chemistry professor at St. Thomas College, Trichur. He always taught very difficult topics like physical chemistry, theoretical chemistry, in such a way that students could follow very easily. Sir, we are truly honored to have you here to inaugurate this beautiful ceremony. Thank you for your time and your constant support for education. My dear students, today you are no longer just college students. Today you are officially become teachers. When you first walked through these gates of St. Joseph's, you brought with you dreams and a little bit of nervousness. Over the past 2 years, you have mastered lesson plans, faced peer teachings, survived exams, and learned the true meaning of patience and dedication. There is a beautiful quote that says, "A good teacher can inspire hope
ignite imagination, and instill a love of learning. Always remember that teaching is not just a profession, it's a mission. The knowledge you have gained here should become the light for others. As you step into different schools, remember the values you learned here at the St. Joseph's. Be kind to your future students. A little encouragement from a teacher can change a student's entire life. I am happy that today we are also honoring our toppers and those students who have successfully cleared competitive exams like SET, CATET, CTET, and other qualifying exams. Your hard work and perseverance have brought you this success. Congratulations to each one of you. May your achievements inspire your fellow students to aim higher and work harder. I would also to congratulate our Principal Diva and faculty members. Your dedication and commitment have helped these students reach this milestone. My sincere appreciation goes to the parents as well, whose sacrifices, prayers, and supporters have been invaluable throughout this journey. Congratulations once all to all the graduates and the award winners. Thank you very much. God bless you all. Thank you, Father. Now, as we prepare for our most awaited moments, it's time to turn our attention to an exemplary personality. Professor C. Ravindranath is an educationist, academician, and political leader who has played an important role in transforming Kerala's public education system. Born on 22nd November 1955 in Nellai, Thrissur district, he completed his postgraduate degree in chemistry and served for many years as professor of chemistry at St. Thomas College, Thrissur. Alongside his academic career, he has been actively involved in social development initiatives. He made significant contribution to the Total Literacy Mission, the People's Planning Campaign, and various projects of Kerala State Planning Board. He was elected to the Kerala Legislative Assembly from the Pudukkad constituency in 2011 and 2016 and served as the Minister for General Education, Government of Kerala from 2016 to 2021. During his tenure, several landmark educational reforms were implemented, including the Public Education Rejuvenation Mission, statewide high-tech classroom project, and the modernization of government schools. Beyond politics and education, he is also a noted author. His published work include Legislative Assembly speeches and Neoliberalism, the Policy of Suffering. Known for his simplicity, people-centric approach and unwavering commitment to education, in 2026 he was welcome, sir. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ഒരു താല്പര്യമില്ല. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ളത് പറയാം. കൂടുതലിങ്ങനെ ഒരാളിങ്ങനെ അല്ല ശരി തെറ്റൊന്നും അറിയില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ധരിക്കുന്ന ഒരാളാണ്. അടുത്ത രവീന്ദ്ര ഭാഷ സംസാരിക്കും. സിമ്പിളാവുക കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെബി പാലം അധ്യക്ഷ, ജോസ് ചേർന്ന അധ്യക്ഷ, പ്രിൻസിപ്പൽ, പ്രിയ സുഹൃത്തുക്കൾ, നാളെ നിങ്ങൾ അധ്യാപകരാകാൻ പോകും. അതിനുവേണ്ടി ഇപ്പം നല്ലൊരു അക്കാദമിക് കരിയർ പൂർത്തിയാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് അധ്യാപകരെ, പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അധ്യാപകരെ അത് ഓർമ്മ വേണം. എന്തുകൊണ്ടെന്നാൽ അധ്യാപകരാണ് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത്. ആരാണ് ടീച്ചർ എന്നതിന് ഉത്തരം അതാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത്. പുതിയ തലമുറയുടെ വരവിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് കേൾക്കുമ്പോൾ ഉടനെ പാലം, റോഡ്, കെട്ടിടം ഇതൊക്കെ മനസ്സിൽ വരും. അതൊക്കെ വേണം. പക്ഷെ അതിന് മുമ്പ് വേണ്ടത് നല്ല തലമുറയാണ്. കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട തലമുറകൾ വളർന്നു വരികയാണ് വികസിത സമൂഹത്തിൽ. കേൾക്കാറുണ്ടോ? പിന്നെ എന്താ പറഞ്ഞത്? ഭാഷാണെന്നതിന് കുഴപ്പമുണ്ടോ? വികസനം എന്ന് പറഞ്ഞാൽ പൊതുവിൽ അപ്പം മനസ്സിൽ വരും എന്താ? റോഡ്, പാലം, കെട്ടിടം, അതൊക്കെയാണ്. അത് ചെയ്യാത്ത MLA വികസനത്തിന് നേതൃത്വം കൊടുക്കാത്ത ആളാണ് പൊതുധാരണ. കുറേയൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ തലമുറകളെ വാർത്തെടുക്കുന്നവരായതുകൊണ്ട് വികസനത്തിൻ്റെ പ്രഥമ ഘട്ടം നല്ല തലമുറയെ വാർത്തെടുക്കുകയാണ്. പുതിയ തലമുറ അതിന് മുമ്പിലത്തെ തലമുറയേക്കാൾ മെച്ചപ്പെട്ട തലമുറയാണ്. ആ വളർച്ചയുള്ള ഇടമാണ് വികസിത ഇടം. അതിനാവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുക. ഹ്യൂമൻ ഡെവലപ്മെൻ്റാണ് പ്രധാന ഡെവലപ്മെൻറ്റ്. മനുഷ്യ വികസനം, മനുഷ്യശേഷി വികസനം, സർഗശേഷി വികസനം, കായികശേഷി വികസനം, ബൗദ്ധിക ശേഷി വികസനം, അതിനെല്ലാം പ്രാപ്തമായ തലമുറ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോവുകയാണ്. അവരെ ഷാർപ്പൺ ചെയ്ത് അതെടുത്ത് വളർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥ വികസനം. അതുകൊണ്ട് അങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്നവർ അധ്യാപകരാണ് എന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രതീക്ഷ നമ്മളിലാണ്. ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്. അവരുടെ സമൂഹത്തിൻ്റെ ആരോഗ്യനിലയെ പരിരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ. വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വെരി ഗുഡ്, നല്ലതാണ്. അതിനപ്പുറമാണ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഫഷൻ അധ്യാപക വൃത്തിയാണ് എന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തലമുറകൾ നമ്മുടെ മനസ്സിലേറ്റും തലമുറകൾ ഒരു അധ്യാപകനെ മനസ്സിൽ കൊണ്ടുനടക്കും. അപ്പോൾ അധ്യാപകൻ ആരാണ്? സമൂഹത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? ചുരുക്കി സമയമില്ലാതെ മണിക്കൂറുകൾ നിങ്ങളുടെ ഒപ്പം ചെലവഴിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു അധ്യാപകനാവുക എന്നൊക്കെ പറയാം. ഇപ്പം സമയമില്ല. പോയിന്റ് ഇതാണ്. നമ്മൾ വരും എന്തിനാണ് പറഞ്ഞത്? ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ ഉയരണം. അവിടെ നമ്മൾ അധ്യാപകനാണ്. സമൂഹം എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിനൊപ്പം വളരും. അതായത് നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ കൃത്യമായി പങ്കാളിയാവുക. നമ്മുടെ ലക്ഷ്യം ശമ്പളം മേടിക്കുക, വീട് മേടിക്കുക, കാർ മേടിക്കുക, അതൊക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കോളൂ. പക്ഷെ പ്രഥമ ലക്ഷ്യം പുതിയ തലമുറയിലാണ്. ആ വാർത്തെടുക്കുന്ന പ്രക്രിയയുടെ ശാസ്ത്രം കൃത്യമായി നല്ല പഠിപ്പിച്ചിട്ടുണ്ടാവും. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ സമൂഹം നമ്മളെ ആദരിക്കും, സ്നേഹിക്കും, ആദരിക്കും. ഒരു സംശയം വേണ്ട. അത് നമ്മുടെ പ്രധാന വിഷയം. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത്? പുതിയ തലമുറയെ വാർത്തെടുക്കുക. പഴയ തലമുറയേക്കാൾ മെച്ചപ്പെടാണ് പുതിയ തലമുറ. ആരോഗ്യം മെച്ചമെന്നാണ് ഉദ്ദേശിക്കുന്നത്? വേണം. ഉയരം, തടി, വെണ്ണം, നിറം മെച്ചമെന്നാണെന്ന് ഉദ്ദേശിക്കുന്നത്? വേണം. അതിനപ്പുറം ദാർശനികമായൊരു തലമുറ വളർച്ച. അമർത്യ സെൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം. ഒരു അധ്യാപകൻ വായിക്കേണ്ട പുസ്തകം അമർത്യ സെന്നിൻ്റെ വികസനം എന്നാൽ സ്വാതന്ത്ര്യം. കേൾക്കുന്നുണ്ടോ? വായിച്ചിട്ടില്ല? ഓരോ അധ്യാപകനും വായിച്ചു. വികസനം എന്നാൽ പറയും, വികസനം എന്നാൽ റോഡല്ല, പാലമല്ല, പറയുക സ്വാതന്ത്ര്യം. പ്രകൃതി എന്തെല്ലാം
സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടോ, പ്രകൃതിദത്തമായി എന്ത് അനുവദിച്ചിട്ടുണ്ടോ, ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയാണ് പറയുന്നത് എന്നാണ് സ്വാതന്ത്ര്യം, സോറി വളർച്ച. അപ്പം അത് നമ്മൾ കൃത്യമായി കാണുമ്പോൾ നോക്കൂ, അടിമത്തത്തിൻ്റെ ഘടകങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും പുറത്താക്കുക, ചികഞ്ഞ് പുറത്താക്കുക, ചെത്തി പുറത്താക്കുക എന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. നമ്മൾ ഒരുപാട് വർഷങ്ങൾ ബ്രിട്ടൻ്റെ അടിമയായിരുന്നു. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഫ്യൂഡൽ മേഖലയുടെ അടിമകളായിരുന്നു. അവിടെ അനുഭവിച്ച ആ ദുസ്വാതന്ത്ര്യം അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, അതല്ലെങ്കിൽ പിന്നെ അടിമത്തം, അതിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രനായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുന്നതിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. അപ്പോഴാണ് സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യൻ, സ്വതന്ത്രമായി ചിന്തകളുള്ള മനുഷ്യൻ, സ്വതന്ത്രമായ അന്വേഷണമുള്ള മനുഷ്യൻ, സ്വതന്ത്രമായ മൗലിക ഭാവങ്ങളുള്ള മനുഷ്യൻ, സ്വതന്ത്രമായ സർഗശേഷിയുള്ള മനുഷ്യൻ, വളർന്ന മനുഷ്യൻ, എത്ര വേണമെങ്കിലും പറയാം. ഇതൊക്കെ ഓരോ വ്യക്തിയിലുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന വ്യവസ്ഥ അതിനെ അമർത്തി അടിമത്തത്തിൽ നിർത്തുകയാണെങ്കിൽ അത് വളരില്ല. ഞാൻ പറയാൻ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെയാൾ വിളിച്ചുകൊണ്ടുവന്നതിനെ മറ്റുള്ള ചെലവുണ്ടോ കേൾക്കുണ്ടോ? ഞാൻ ചിലത് ഉദ്ദേശിച്ചാ പറയുന്നത്. അടിമത്തം അതാണ് നമ്മുടെ ഏറ്റവും സാധനം. മനുഷ്യൻ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അടിമത്ത ഭാവങ്ങളെ വിടർത്തി അടർത്തി സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതാണ് മുന്നോട്ടുള്ള പ്രയാണം. അതാണ് യഥാർത്ഥത്തിൽ വികസനം. അത്തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ ഇങ്ങനെ അടർത്തി വളർത്തിയെടുക്കലാണ് യഥാർത്ഥത്തിൽ തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത്. ഊണ് കഴിച്ചാൽ തടിയൊക്കെ വയ്ക്കും, രോഗം വരാതെ മരുന്നൊക്കെ കഴിച്ചാൽ മരമൊക്കെ ഉണ്ടാവും. പക്ഷേ ബ്രെയിനിൻ്റെ വളർച്ച, ചിന്തയുടെ വളർച്ച, ഐശ്വര്യ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടിമത്ത ഭാവങ്ങളൊന്നും മനസ്സിലേക്ക് വരരുത്. സ്വതന്ത്രമായ ഇന്ത്യ, മനോഹരമായ ജനാധിപത്യ ഇന്ത്യ, അതിസുന്ദരമായിട്ടുള്ള മതനിരപേക്ഷ ഇന്ത്യ, ആ സമൂഹത്തിലേക്കാണ് നിങ്ങൾ നോക്കണേ, കുട്ടികളെ ഇവിടെ നോക്കിയില്ല ചിലർ. അതിമനോഹരമായ ജനാധിപത്യ ഇന്ത്യ, അതിസുന്ദരമായ മതനിരപേക്ഷ ജനാധിപത്യ ചിന്തയുള്ളവരാണ്. അപ്പോഴേ ഈ സമൂഹം മതനിരപേക്ഷ ജനാധിപത്യ സമൂഹമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ സമൂഹം പിറകോട്ട് പോകും. അത് വികസനമല്ല. അതുകൊണ്ട് അധ്യാപകർ ശ്രമിക്കേണ്ടത് സമൂഹത്തിന് ആവശ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കും. ഒപ്പം എന്ത് വേണം? വിഷയത്തിലുള്ള ധാരണയും വേണം. അതുകൊണ്ട് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. രണ്ടാമതൊരു കാര്യം, വിഷയത്തിലേക്കും ഒരു കാര്യം, അന്വേഷണം എന്നുള്ള ഭാവത്തെ കുട്ടികളിൽ വളർത്തിയെടുക്കണം. പറയൂ, എന്താണ് പറയുക? ബൈഹാർട്ട് ഭാവത്തെയല്ല, അന്വേഷണം. തലമുറ പുതിയതായി വരണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അന്വേഷണ ഭാവത്തെ വളർത്തണം. അതാണ് വളർച്ച. ടീച്ചിങ് മെത്തഡോളജികളൊക്കെ നിങ്ങൾ പെഡഗോജിയൊക്കെ കുട്ടികൾ പെഡഗോജി ഇതിനൊക്കെ എല്ലാത്തിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടന്നത്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ഷാർപ്പായിട്ടുള്ള പോയിന്റാണ്. അപ്പോഴേ യഥാർത്ഥത്തിൽ ഉണരുന്നു. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിലുള്ള അന്വേഷണം എന്താ? ആ അന്വേഷണത്തിലൂടെ മനുഷ്യൻ വളർന്നിട്ടില്ല. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും, പറ്റുമെങ്കിൽ ഉത്തരം പറയാം. കൊച്ചു ചോദ്യ മഴവില്ലിൽ എത്ര നിറമുണ്ട്? ഉറക്കെ പറയും. ചെവി കേൾക്കുന്നില്ല. തെറ്റാ. ഹലോ, 12ാം ക്ലാസ് വരെ ഫുൾ മാർക്കാണ്. നിങ്ങളുടെ തലത്തിൽ മാർക്ക് 0. കേൾക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ഉത്തരം ശരിയാവാൻ ഞാൻ ചോദ്യം മാറ്റാം. ഞാൻ ചോദ്യം മാറ്റിയാൽ നിങ്ങളുടെ ഉത്തരം ശരിയാവും. കേട്ടോളൂ. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എത്ര വർണ്ണങ്ങൾ മഴവില്ലിലുണ്ട്?
പറയൂ. കേൾക്കണ്ട? ഇതാണ് 12ാം ക്ലാസ്സും പറയൂ ഹയർ എഡ്യൂക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഡെപ്തിൽ പോകുക എന്നുള്ളതാണ്, വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോകലാണ് ഉന്നത വിദ്യാഭ്യാസം. അതിന് കുട്ടിയെ പ്രാപ്തമാക്കലാണ് എന്താണ് അധ്യാപകരുടെ ചുമതല. ഞാൻ പറഞ്ഞു ക്ലിയറായ വയലറ്റ് റെഡ് ഇതാണ് 7 നമ്മൾ പറഞ്ഞു. വയലറ്റിനപ്പുറത്തുണ്ട്, പേര് പറയും അൾട്രാ വയലറ്റ്, കാണാൻ പറ്റുമോ? റെഡിനപ്പുറത്തുണ്ട്, പറയൂ ഇൻഫ്രാറെഡ്, കാണാൻ പറ്റുമോ? ഇല്ല. അതിനപ്പുറത്തുണ്ട് ഫാർ ഇൻഫ്രാറെഡ്, കാണാൻ പറ്റുമോ? ഇല്ല. ഇതിനപ്പുറത്തുണ്ട് എക്സ്റേ, കാണാൻ പറ്റുമോ? ഇല്ല. അതിനപ്പുറത്തുണ്ടോ ഗാമാറേ, കാണാൻ പറ്റുമോ? ഇല്ല. ബ്രോഡ് സ്പെക്ട്രം. ഇനി ഇത്തരത്തിലൊരു പ്രബുദ്ധമായ കോളേജിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു ചോദ്യം പ്രധാനമാണ്, അതിനപ്പുറമുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ പഠനമില്ല. കേൾക്കണ്ടോ? അത് വളരെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു. ഏത് ഇതുവരെ പറഞ്ഞതിന് അപ്പുറമുണ്ടോ? അതാണ് അന്വേഷണം. ആ അന്വേഷണത്തിലൂടെ ബ്രെയിൻ വളരും, ആ അന്വേഷണത്തിലൂടെ തലമുറ വളരും. ആ അന്വേഷണത്തിലൂടെയാണ് നമ്മൾ IT യുഗത്തിലെത്തിയത്. തുടർന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലെത്തിയത്. അവിടെ നിന്നു എന്ന് കരുതരുത്. അതിനപ്പുറത്തേക്ക് ജിനോമിക്സിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നമ്മൾ സ്വപ്നം കാണാത്ത ലോകത്തേക്ക് നാളെ പോകും. അതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന അറിവുകളിലൂടെ കിട്ടുമോ? സംഗീതം ഇഷ്ടമല്ലേ? വളരെ 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 പണ്ട് 3 സ്വരങ്ങളെ ഉണ്ടായിരുന്നു. നീ സാ രി, നീ സാ രി, 3 ഉള്ളൂ. അപ്പോൾ പ്രകൃതിയുടെ താളവും രാഗവും എല്ലാം വിസ്തരിക്കാൻ ഈ 3 അക്ഷരം സ്വരസ്ഥാനങ്ങളിൽ വെച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കിയ അതിവിദഗ്ധരായ സംഗീതജ്ഞർ ഇതെന്താ 3 പറയൂ. 3ൽ കൂടുതലായിക്കൂടെ? അങ്ങനെ ആവുമ്പോൾ കുറെ കൂടി പ്രകൃതി രാഗങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അന്വേഷണം എവിടെ എത്തി? പറയൂ. സപ്ത സ്വരങ്ങൾ. അവിടെ നിന്നോ? നിൽക്കുവോ? നിൽക്കാമോ? നിന്നാ പ്രകൃതി ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്നർത്ഥം. അതൊരിക്കലുമില്ല. പ്രകൃതി അനന്തമാണ്, ഇൻഫിനിറ്റാണ്. നമ്മുടെ ബ്രെയിൻ ഫൈനൈറ്റാണ്. അപ്പം അതുകൊണ്ട് അന്വേഷണത്തിലൂടെ പുതിയത് കണ്ടെത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ആ അന്വേഷണത്തിലേക്ക് ബ്രെയിനിനെ ഉയർത്തുന്നതാണ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. അങ്ങനെയാണ് പുതിയ തലമുറ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ വളർന്നു വരിക. ഒപ്പം അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ പിന്നിലുള്ള അടിമത്തങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കൊണ്ടുവരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സയൻറ്റിഫിക്കാണ്, വളരെയധികം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ 2-3 മണിക്കൂറെടുത്ത് ക്ലാസ് എടുക്കാറുള്ളതാണ്. വളരെ പെട്ടെന്ന് സമയമില്ല എന്നുള്ളത് ചുരുക്കി പറഞ്ഞുകൊണ്ട് മാത്രം ഈ സ്കൂളിൻ്റെ ഈ പറയുന്ന രംഗണത്തിൽ ഒരു പ്രബുദ്ധ അധ്യാപക ടീം വളർന്നു വരണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. എല്ലാവർക്കും നല്ല അധ്യാപകരാകുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിക്കുന്നു. Thank you, sir. We are moving to certificate distribution. I request every graduating students to proceed to the dais as instructed earlier. Receive your congratulatory card, pay reverence and receive degree from the guest, and then proceed to receive seats. Let me welcome Professor C. Ravindranath sir for distributing the certificates. I kindly request all the dignitaries to join full seat. I also welcome Ms. Alina K. Shibu, Assistant Professor in Education, to call out the names. Students are kindly requested to form a queue and please come forward to collect your certificate only when your name is called. First of all, Commerce option. I invite Assistant Professor Nimmi Jacob to hand over the certificates to the chief guest. To receive the certificates, I invite Aisha Mohammed.
Jundal Alfred Dixon. Fauzia MR, qualified set. Harida K, qualified K-TET. Jessina E.K., qualified set. Lubna P.R., qualified set. Selin Peter, qualified K-TET and set. Shafna P.P. Sneha Teresa O.S., qualified set. Taslia P., qualified net. Unnimaya Pradeep K., qualified K-TET and set. Vismaya P., qualified set. Thank you, ma'am. Next, English option. I invite Assistant Professor Mary Diana Paul C. to hand over the certificates to the chief guest. To receive the certificates, I invite Alisha P.A., qualified K-TET. Angel Babu C., qualified K-TET. Abarna K., qualified K-TET. Andhra Suresh K., qualified K-TET.
cadet. Krishnedu Santosh, qualified cadet. Meghna NM, qualified cadet and net. Mufsia Parveen KV, qualified cadet. Regila, qualified cadet. Ramisha Rashid, qualified cadet. Shabana Yasmin PV, qualified cadet. Sona James. Vaishnavi BP, qualified cadet. Thank you, ma'am. Next, mathematics option. I invite Assistant Professor Meiji PJ to hand over the certificates to Chief Guest. To receive the certificates, I invite Akhila K, qualified cadet, set and seated. Alina Roy, qualified cadet. Fasna CF, qualified cadet.
Sariga Vinil, qualified cadet. Shilpa K, qualified cadet. Vinija TV, qualified cadet and set. Thank you, ma'am. Next, physical science option. I invite Assistant Professor Aradi KK to hand over the certificates to the chief guest. To receive the certificates, I invite Aishwarya PS, qualified cadet. Alan Maria CN. Anusha B, qualified cadet. Christina Maria MJ, qualified cadet and set. Christian Thomas A, qualified cadet and set. Jijida PS, qualified cadet. Kripa Joseph C. Matthew Mohan, qualified cadet. Naima Bibi, qualified cadet, set and seated. Nandana KS, qualified cadet. Neha Varghese C, qualified cadet. Shana Parveen CN, qualified cadet. Sharon Rose Soji C, qualified cadet. Sylvia Wilson, qualified cadet. Thank you, ma'am. Next, social science option. I invite Assistant Professor Vijay Anthony, ma'am, to kindly hand over the certificates to the chief guest. To receive the certificates, I invite Abhishek K, qualified cadet and net. Akshara VS. Benjamin K. Vinoy, qualified cadet. Del G. Davis, qualified cadet. Frincy Francis. Kaufia BK, qualified cadet.
and administer the oath. I also request every graduate to stand. I request all the graduates to please stand and extend your right hand forward. Dear graduates, congratulations once again on this memorable occasion. I now request all graduates to move the tassels on your graduation cap from the right side to the left side, symbolizing the successful completion of your degree. Thank you. Yes, pledge. As a graduate of education and a future torchbearer of knowledge, I solemnly pledge to uphold the highest ideals of integrity, empathy, and professionalism in my role as an educator. I will nurture the potential of every student entrusted to my care, regardless of their background or abilities, and promote lifelong learning rooted in inclusivity, equality, and respect. I commit to fostering a classroom and beyond that embrace innovation, critical thinking, and compassion, empowering my students to become active, responsible citizens. With this pledge, I dedicate myself to the noble profession of teaching and to building a better world through education. Thank you. As a mark of our admiration and appreciation, it's our pleasure to present a token of love and a portrait lovingly sketched by Mr. Nitin Devarajan, Assistant Professor in Art at our institution. I request our manager, Reverend Father Sibi Parliament at CMI, to come forward and present this to our chief guest. Ladies and gentlemen, please join me once again in expressing our heartfelt gratitude with a big round of applause as our esteemed chief guest of honor takes their leave. Thank you all. There are no secrets to success. It is the result of preparation, hard work, and determination. Now it's time to acknowledge the hard work and preparation of our batch toppers, option toppers, net, set, seated, and catered holders. We are moving to our prize distribution ceremony. Let me welcome our manager, Reverend Father Sibi Parliament at CMI, for presenting the prizes. I also welcome Ms. Aradhi KK, Assistant Professor in Physical Science, to announce the winners. First, we honor our college toppers. I invite Ms. Nemi Jacob, Assistant Professor, to hand over the memento to Reverend Father Sebi Parliament at the CMI. College topper, college first is Mithu Manoj C of Natural Science Option.
She scored 89.7% of marks. College second is Harishma T.S. of Natural Science Option with 88.9%. College third, Akhila K. of Mathematics Option with 88.4%. Now we have our optional toppers. Commerce, Fauzia M.R. English, Krishnapriya M.S. Malayalam, Shabana Yasmin P.V. Mathematics, Akhila K. Natural Science, Mittu Manoj C. Physical Science, Aishwarya P.S. Social Science, Abhisha K.A. We now proceed to the presentation of our two endowment awards, the Advocate Andrews Memorial Endowment Award for the college topper and the Manju Memorial Endowment Award for the commerce option topper. I invite Mittu Manoj, our college topper, to come forward and receive the Andrews Memorial Endowment Award. I invite Fauzia M.R., our commerce optional topper, to come forward and receive the Manju Memorial Endowment Award. Now we move on to the honor the students who have qualified various teacher eligibility examination. First NET qualifiers, Tasliya P. of commerce option. Krishnapriya M.S. of English option. Meghna N.M. of Malayalam option. Abhisha K.A. of Social Science option. Thank you, Nimbus. Now I invite Mr. Sabin James, Assistant Professor, to hand over the memento. Set achievers, Fauzia M.R. Jasina E.K.
Lubna Pia, Celine Peter, Sneha Therese Oyes, Unnimaya Pradeep, Vismaya P, from English option Artana CS, Krishnapriya MS, from mathematics Akhila K, Ambali Pramod of natural science option, Harishma TS of natural science option, Mittu Manoj of natural science option, Vinija TA of natural science option. From physical science, Christina Maria MJ, Christine Thomas A, and Neema P. Next, seated qualifiers, Aparna K of English, Artana CS of English, Arya KR of English, Farsana K, English option, Safana PK of English option, Akhila K of mathematics option, Adira NS of natural science option, and Neema PB of physical science option. Next, K-Tech qualifiers, commerce option Harida K, Celine Peter, and Unnimaya Pradeep K. Thank you, Sabin sir. I invite Ms. Ritu A, Assistant Professor, to hand over the memento. Cadet qualifiers from English option, Alisha BA, Angel Babu C, Aparna K, Ardra Suresh,
Next from Malayalam option, Adarsh KV. Akshay Kumar PS. Alisha Benny. Aparna V. Ashwini Ashokan. Bhavya C. Krishnendu Sandosh. Meghna N. Mufsia Parveen KV. Regina AK. Ramisha Rashid. Shabana Yasmin PV. And Vaishnavi PP. Thank you, Miss. I invite Mr. Nitin Devarajan, Assistant Professor, to hand over the memento. Cadet qualifiers from Mathematics option, Akhila K. Alina Roy. Fasna CF. Harida TK. Nasrin Qasim. Sania C. Joseph. Sherlyn Liji J. And Sneha KB. From Natural Science option, Ambali Pramod. Anita Maria Vijay. Asna PN. Adira NS. Harishma TS. Hisana VP. Mediha KV. Mittu Manoj C. Nilima Girish. Sariga Binil.
and Vinija TV. Thank you, sir. Now I invite Mr. Ashwin, Assistant Professor, to hand over the memento. Physical Science option, Aishwarya PS, Anusha P, Christina Maria MJ, Christine Thomas A, Jijida PS, Matthew Mohan, Naima PB, Nandana KS, Neha Varghese, Shana Parveen CN, Sherin Rosoji, and Sylvia Wilson. Next from Social Science option, Abhisha K.A., Benjamin K. Binoy, Delji Davis, Kaufia B.K., Manu Madhavan, Nafisa Nasrin, Nandana TM, Sedu Lakshmi V, and Sneha S.A. Hearty congratulations to all the winners. Wishing you a future filled with success and happiness. Thank you. Thank you all. Every year, our college magazine serves as a mirror reflecting the vibrant life, creativity, achievements, and voice of our institution. It is not just a collection of articles, poems, and photographs. It is a celebration of the thoughts, talent, and expression of our students and faculty. To introduce our magazine, let me welcome Ms. Meghana N.M., student editor of IGACI
Chia Union. Welcome, Meghna. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കോളേജ് ജീവിതം എന്നത് കേവലം പഠനവും പരീക്ഷകളും സർട്ടിഫിക്കറ്റും മാത്രമല്ല, ഒരു പിടി നിമിഷങ്ങളുടെ സമാഹാരമാണ്. വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നെയ്തെടുക്കുന്ന സ്വപ്നങ്ങൾ. കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ നിമിഷങ്ങൾ നിശബ്ദമായി ഓർമ്മകളായി രൂപപ്പെടുന്നു. നമ്മളിവിടെ വിദ്യാർത്ഥികളായിരുന്ന ഈ 2 വർഷക്കാലം കലാശിക്കുമ്പോൾ നമ്മുടെ ഈ യാത്രയിലെ ഓർമ്മകൾ, ചിന്തകൾ, നമ്മുടെ കലാസൃഷ്ടികൾ, അവ കവിതകളായും കഥകളായും അനുഭവക്കുറിപ്പുകളായും ചിത്രങ്ങളായും ലേഖനങ്ങളായും താളുകളിലാക്കി ശേഖരിച്ച് കാത്തു സൂക്ഷിക്കുന്ന ഇടമാണ് കലാശ. കലയും കാലവും കൈകോർത്ത നമ്മുടെ മാഗസിൻ കലാശ. കലാശയിലൂടെ നമ്മൾ 100ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ രചനകൾ കോളേജിന്റെ ചരിത്രത്തിലും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓർമ്മയായി മാറുന്നു. കാലം ഒരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല, അത് മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മൾ ഒന്നിച്ചു ചേർന്ന ഈ 2 വർഷക്കാലത്തിന്റെ സൗന്ദര്യത്തെ എന്നേക്കുമായി നിലനിർത്താൻ നമ്മുടെ മാഗസിനായ കലാശയ്ക്ക് കഴിയുന്നു. ഒരു പിടി ഓർമ്മകളും ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ പടിയിറങ്ങുന്ന നമുക്ക് മാഗസിനിലെ ഓരോ താളും എന്നും പ്രചോദനവും കഴിഞ്ഞ ഈ 2 വർഷക്കാലത്തിന്റെ ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടവുമാകുന്നു. കാലം കഴിയും തോറും കലാശ, കലയും കാലവും കൈകോർക്കുമ്പോൾ എന്നത് കൂടുതൽ അർത്ഥവത്താകുന്നു. മാഗസിൻ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഒരുപാട് പേർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പിന്തുണയും നൽകി ഈ ഒരു അവസരം നമുക്ക് സമ്മാനിച്ച മാനേജർക്കും പ്രിൻസിപ്പൽക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. മാഗസിൻ ടൈറ്റിലിന്റെ ആശയം പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ മനോഹരമായി തന്നെ കവർ ഡിസൈൻ ചെയ്തു തന്ന നമ്മുടെ സ്വന്തം നിതിൻ സാറിന് പ്രത്യേകം നന്ദി. കൃത്യമായ നിർദ്ദേശങ്ങൾ തന്ന് കൂടെ നിന്ന മാഗസിൻ കോർഡിനേറ്റേഴ്സ് ആയ സാബിൻ സാർ, അലീന മിസ് എന്നിവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ തുടക്കം മുതൽ ഒടുക്കം വരെ മാഗസിൻ പ്രവർത്തനങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി നിന്ന മാഗസിൻ കമ്മിറ്റി അംഗങ്ങൾ ഹരിത, അഖില, വൈഷ്ണവി, ഏഞ്ചൽ, ഹരീഷ്മ, കൗഫിയ, നന്ദന എന്നിവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മാഗസിൻ യാഥാർത്ഥ്യമാകാൻ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും രചനകൾ തന്ന മാഗസിന്റെ ഭാഗമായ എല്ലാ കൂട്ടുകാർക്കും സ്റ്റുഡന്റ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you. Today we are proud to unveil this year's edition, a testament of hard work, imagination and dedication of everyone involved in its journey of creation. I invite Reverend Father Jose Chirapanan CMI to officially launch our magazine cover page. I request Ms. Meghna N.M. to hand over the cover page to Reverend Father Jose Chirapanan CMI along with our staff editors Sabin Sir and Alina Miss. Principal. Thank you all. Every institution is strengthened by the guidance and blessings of visionary leaders. Let me welcome Reverend Father Jose
വേദിയിൽ സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ, നമുക്കറിയാം ആശയം വളരെയധികം നോക്കി നോക്കുമ്പോൾ വലിയ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. പക്ഷേ ഈ കലാശ എന്ന് പറയുന്ന ആ ഒരു മാഗസീൻ്റെ പേരിൽ വളരെയധികം പ്രത്യേകത എനിക്ക് തോന്നി. കലാശയുടെ എക്സ്പ്ലനേഷൻ തന്നു. ഒരു കാലവും കലയും കൂടി ചേർന്നത് കല അവസാനിക്കുന്നു. ഇത് അവസാനിക്കുന്നല്ല, തുടർന്നുകൊണ്ട് പോകുന്ന ഒരു രംഗം കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം കലാലയത്തിൻ്റെയും ഓരോ കാലത്തിൻ്റെയും ആശകളും ആശയങ്ങളുമാണത്. അതും കലാശയ്ക്ക് കൂട്ടിച്ചേർക്കാം. കലാലയത്തിൽ പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെ ആശകൾ, അതുപോലെ തന്നെ ആശയങ്ങൾ, ഇത് പലതും നമുക്ക് ഇപ്പോൾ വലിയ കാര്യമായിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ മാറാതിരിക്കാം. എനിവേ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിൻ്റെ എല്ലാ അധ്യാപകർക്കും, അതുപോലെ മേഖല, അതുപോലെ ടീം അംഗങ്ങൾ എല്ലാവർക്കും ഞങ്ങളെല്ലാവരുടെ പേരുള്ള അഭിനന്ദനങ്ങളും ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒത്തിരിയേറെ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Thank you, Father. Creativity begins with a simple idea, and a meaningful name gives an identity to every great publication. As part of the preparation for our college magazine, a competition was conducted to select the best name for the magazine. We are delighted to announce that the winning entry was submitted by Ms. Shabana Yasmin of Malayalam option. May I invite Reverend Fathers Jose Chiramanat CMI to present the prize to Ms. Shabana Yasmin in recognition of her creative contribution. Welcome. I also thank you all. Behind every successful event, there is a team of committed individuals. We are taking this opportunity to express our gratitude to all the dignitaries and delegates. And to do the same, I invite Ms. Deepika CA, Student Advisor. Welcome, ma'am. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയ രക്ഷിതാക്കൾ, പ്രിയ സഹപ്രവർത്തകർ, പ്രിയ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളിന്ന് ഏറ്റുവാങ്ങിയത് വെറുമൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസവും പ്രതീക്ഷയും ഉത്തരവാദിത്വവും കൂടിയാണ്. ഈ ബിരുദം ഒരു ലക്ഷ്യസ്ഥാനവുമല്ല, മറിച്ച് പുതിയ ഉത്തരവാദിത്തങ്ങളുടെ തുടക്കമാണ്. എവിടെ എത്തിയാലും നിങ്ങളുടെ അറിവും മാനവികതയും സമൂഹത്തിന് പ്രകാശമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മെമ്മറി ഓഫ് ദ ഹാർട്ട് എന്ന് പറയാറുണ്ട്. ഹൃദയം ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പേരാണ് നന്ദി. ആ ഹൃദയം നിറഞ്ഞ നന്ദി പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്നും നാളേക്ക് മാറ്റിവെക്കരുത്. നിങ്ങൾ എവിടെയായിരിക്കുമോ അവിടെ നിങ്ങളെ മുഴുവനായി ഉപയോഗപ്പെടുത്തുക എന്ന് സെബിയച്ചൻ ഇവിടെ ജോയിൻ ചെയ്ത ആദ്യത്തെ മീറ്റിംഗിൽ ഞങ്ങളോട് പറഞ്ഞതാണ്. ഏറെ ദീർഘവീക്ഷണത്തോടെ അതീവ ശ്രദ്ധയോടെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ തന്റെ സമർത്ഥമായ നേതൃപാടവത്തോടെ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട മാനേജർ, ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ റെവറൻഡ് ഫാദർ സെബി പാലമത്ത് CMIക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫാദർ. ഒരു നല്ല അധ്യാപകൻ എന്നും തന്റെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലാണ് ഇടം പിടിക്കുക. ഇന്ന് നിങ്ങൾ ബിരുദം ഏറ്റുവാങ്ങിയതും അത്തരം ഒരു അധ്യാപകനിൽ നിന്നാണ്. ഒരു മികച്ച അധ്യാപകൻ ഒരു ജനപ്രതിനിധിയാകുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നും ജനഹൃദയങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം മാറിയത്. മണലൂരിന്റെ പ്രിയപ്പെട്ട MLA, ഇന്നത്തെ ചടങ്ങിന്റെ വിശിഷ്ട സാന്നിധ്യമായ ശ്രീ രവീന്ദ്രനാഥ് മാഷിന് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ ആദരവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സർ. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രസന്ന മുഖമാണ് പ്രിയപ്പെട്ട ജോസച്ചൻ. സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്ന നേതൃനിരയിലെ ഒരാളായ നമ്മുടെ കോളേജിന്റെ 2024-26 കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന മാഗസിന്റെ മുഖചിത്രം പരിചയപ്പെടുത്തിയ വെരി റെവറൻഡ് ഫാദർ ജോസ് ചിരപ്പനത്ത് CMIക്ക്
ഫാദർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫാദർ. ഏറ്റെടുക്കുന്ന ഓരോ ഉദ്യമങ്ങളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അങ്ങേയറ്റം സമർപ്പണ ബോധത്തോടെ അക്ഷീണം പരിശ്രമിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ സ്നേഹനിധിയായ പ്രിൻസിപ്പൽ ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച റെസ്പെക്റ്റഡ് ഡോക്ടർ ദീപ വർഗീസ് മാമിന് ഊഷ്മളമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. കോളേജിന്റെ ഓരോ തുടിപ്പും തനതായി ഒപ്പിയെടുത്ത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പുസ്തക രൂപത്തിലാക്കാൻ വിദ്യാർത്ഥികളെ നയിച്ച മാഗസിൻ എഡിറ്റർ, മാഗസിൻ പരിചയപ്പെടുത്തിയ മേഘനയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മേഘന. 2024-26 ബാച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയ ജോസഫ് അച്ഛന് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ആഘോഷത്തിന് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഓരോ സഹപ്രവർത്തകർക്കും, കോളേജ് യൂണിയനും സദസ്സിനെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഓരോ പ്രിയ രക്ഷിതാവിനും, ഈ ചടങ്ങ് സ്വന്തം ആഘോഷമായി കണ്ട ഓരോ ഹൃദയങ്ങൾക്കും, നിങ്ങൾ ഓരോ ബിരുദധാരികൾക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your commitment and dedication throughout this journey. May I now request everyone to please rise for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। Dear graduates, the journey that begins with lesson plans and endless doubts ends here with the dream of shaping young minds. Let's make this moment more memorable with a photo session. I request all the graduates to come forward and take their position as instructed earlier. എൻ്റെ സ്ഥലം എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപർണയുടെ അടുത്ത്. ഗസ്റ്റിന്റെ ബാക്കിൽ നിൽക്കുന്നവര് വേഗം പോയിട്ട് നിൽക്കാം. രണ്ടാമത്തെ വരിക്കാർ, മിഡിലുകാർ ചെല്ലു പോയി നിന്നോ. Everyone, please take note that lunch has been arranged to all the graduates and their parents. So please proceed to the lunch after the photo session. Thank you.
പോയി അതിട്ട് പോയിരിക്കും അടിയിട്ടു ശ്രദ്ധിച്ചോട്ടെ പരിപാടിയിലാണ്